ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വലിയ കാര്യമായിട്ട് പാസ്ത ഒന്നും ഉണ്ടാക്കില്ല. ഒരു സിമ്പിൾ പാസ്ത ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല. എന്നാലും ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമ്മുടെ തക്കാളി സോസ് നമ്മൾ പാസ്ത വെച്ചു, അത് മാത്രമേ ഉള്ളല്ലോ. അപ്പൊ നമ്മുടെ ഇച്ചിരി ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് തക്കാളിയുടെ സോസ് നമ്മൾ ആ ഒലിവ് ഓയിൽ ഇട്ടൊന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ പാസ്ത ഉപയോഗിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങളതൊന്ന് കാണ്, സിമ്പിളാണ്. ഇന്ന് വീഡിയോ ഇടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടോ, കാരണം ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ പാസ്ത തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടോ. അതേമാതിരി തന്നെ നമ്മുടെ തക്കാളി സോസ് ബസീലിക്കോന്റെ 2 ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാസ്ത തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു പാസ്തയാണ്. ഇന്ന് വലിയ വെറൈറ്റി ഒന്നുമില്ല, ഇത് സിമ്പിൾ പാസ്തയാണ്. സിമ്പിൾ പാസ്ത കണ്ടായിരുന്നു. നമ്മള് പാസ്ത തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ സൂഗോ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് എടുക്കണ പാസ്ത ഇതാണ്ടാ, പെന്നേന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്തയുടെ പേര്, പെന്നേന്നാണ്. അപ്പൊ ഇന്ന് എടുക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാസ്ത അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാതെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തില്ലെങ്കിലേ ഇതിന്റെ ഈ പാസ്ത ഒന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിൽ പിടിക്കും, ഈ പാത്രത്തിന്റെ അടിയിൽ പിടിക്കും. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സൂഗോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളപ്പിക്കുമ്പോ അതിന്റെ ആ ഒരു പച്ചമണം, പച്ച ചോവയൊക്കെ മാറും. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റിലേക്ക് മാറും. ഇത് ഞാൻ വെറൈറ്റി പാസ്തകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ല കേട്ടോ. ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് വലിയ കാര്യമായിട്ട് ഡീറ്റെയിലിങ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാവുന്നതാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കും ഇന്ന് പാസ്ത ഒന്നും ഉണ്ടാക്കില്ല എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം ഇടണ ഒരു വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിടാം കേട്ടോ. ഇന്ന് വൈകിട്ടത്തേക്ക് ഞങ്ങൾക്കുള്ള സാധനം ഉണ്ടായത് ബൊക്കഞ്ചീനിയും, അതായത് മൊസറല്ലയുടെ ചെറുതിനെ പറയണ പേരാണ് ബൊക്കഞ്ചീനിയും പിന്നെ പ്രോവളയുണ്ട്. പ്രോവള ഈ സദൂർണോ എന്ന് പറയുന്നത് എന്റെ അപ്പൂപ്പന്റെ മോളെ കിട്ടിയാണ് മോനില്ലേ, അവരുടെ വീട്ടുകാരാണ് ഇതിന്റെ കമ്പനിയുടെ സദൂർണോ എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാര്. അതായത് ഇവിടുത്തെ മരുമോന്റെ അപ്പനും അപ്പന്റെ അനിയനൊക്കെയാണ് ഇതിന്റെ പ്രൊപ്പറേറ്റേഴ്സ്. സദൂർണോ ഏതാണ് ഇവിടെ വേണ്ട, വിയ ഒറാസിയോ സെസാന്തക്കോത്ര മോന്തെ ആൽബിനോ സലേർണോ പ്രൊവിൻസിയാണ്. വേണ്ട, ഇത് നല്ല അടിപൊളിയുണ്ടോ സദൂർണോ. നല്ല ടേസ്റ്റി സാധനം ഉണ്ടോ. ഇവിടെ ഈ സദൂർണോ എന്നൊക്കെ പറയണത് ഇവരുടെ വീട്ടുപേരുണ്ട്, കൊഞ്ഞോമയാണ് വീട്ടുപേരാണ്, സർനെയിമാണ് ഈ സദൂർണോ കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടുപേര് കുരിശിങ്കൽ എന്നാണ്. അതേമാതിരത്തെ ഇവിടെ ഉള്ളവരുടെ കുഞ്ഞോമ സർനെയിംസ് ആണ് ഈ സദൂർണോ. അതായത് എന്റെ അപ്പൂപ്പന്റെ മരുമോന്റെ വീട്ടുപേരാണ് സദൂർണോ എന്നുള്ളത്. അപ്പൊ അവരുടെ കമ്പനിയാണ് ഈ മൊസറല്ല കമ്പനി. അപ്പൊ നമ്മുടെ പാസ്ത വെന്ത് നമുക്ക് അതൊന്ന് ഊറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചാൽ സൂഗോ അല്ലേ, സൂഗോ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിക്കണ്ട കേട്ടോ, മൊത്തം ഒഴിച്ചാൽ ഒരുപാടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. പെട്ടെന്ന് മിക്സ് ചെയ്താൽ ഇന്നത്തെ പാസ്ത അങ്ങനെ റെഡി. പാസ്ത കോൺ സൂഗോ റെഡി ആയിട്ടുണ്ട്. അത് ആ ബാലൻസ് വെച്ചിരുന്ന സൂഗോ നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഫോർമാജിയും കൂടി ഇട്ട് കൊടുത്താൽ ഇന്നത്തെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പാസ്ത കോൺ സൂഗോ. അപ്പോ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ പാസ്ത ഇത്ര ഉള്ളൂ, ഈ പാസ്ത കോൺ സൂഗോ. പിന്നെ സെക്കൻഡോ എന്ന് പറയുന്നത് നമ്മള് ഫ്രിത്താത്ത ദി ഊവോ, അത്ര ഉള്ളൂ കേട്ടോ. നമ്മള് മുട്ട ഇന്നാൾ കാണിച്ചാണ്, അതുകൊണ്ട് ഞാൻ അത് കാണിക്കാൻ നിൽക്കില്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി പാസ്തയുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ചാओ.